സൂര്യനെ കാണാനാവാത്ത വിധം മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് തുടരുകയാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നതനുസരിച്ച് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള മഴയും കാറ്റും ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് ജില്ലയിലെ പീച്ചിയിലാണ്. 55 മില്ലിമീറ്റർ മഴ വരെയാണ് രേഖപ്പെടുത്തിയത്. പലയിടങ്ങളിലും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പ്രധാനമായും കഴിഞ്ഞ 3 മാസത്തിനിടെ തൃശ്ശൂർ ജില്ലയിൽ മാത്രം മഴക്കെടുതിയിൽ മരണപ്പെട്ടവർ 5 പേരാണെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മഴക്കെടുതി മൂലം വൈദ്യുത പോസ്റ്റുകൾ പൊട്ടിത്തകരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മരങ്ങൾ റോഡിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വലിയ മരങ്ങളാണ് വീഴുന്നത്. അതുകൂടാതെ തന്നെ വെള്ളക്കെട്ടുകൾ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കാറ്റിൻ്റെ ശക്തി വർദ്ധിക്കുന്നുണ്ട്. 40 കിലോമീറ്ററിലധികം വേഗതയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ജില്ലയിൽ കാറ്റ് വീശിയത്. ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഘട്ടത്തിൽ അതീവ ജാഗ്രത പാലിക്കാൻ പൊതുജനങ്ങൾക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ 3 ദിവസത്തിനകം ചാലക്കുടിയിൽ മാത്രം 60 വൈദ്യുത പോസ്റ്റുകളാണ് പൊട്ടിവീണത്. 160-ലധികം വൈദ്യുത കമ്പികൾ പൊട്ടിവീണിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായി. KSEB വളരെ പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. എങ്കിലും ഇത്തരം സാഹചര്യങ്ങളിൽ അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഇത് പറയാൻ കാരണം പല അപകടങ്ങളും തലനാഴിരക്കാണ് ഒഴിവായി പോകുന്നത്. പല പ്രദേശങ്ങളിലും ഇപ്പോഴും തീരപ്രദേശങ്ങളിലൊക്കെയും വെള്ളക്കെട്ട് പൊങ്ങി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. കൃഷികൾ, വിവിധ ആളുകളുടെ കൃഷിയൊക്കെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും മഴ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഒരു സന്ദർഭത്തിൽ മഴ മാത്രമല്ല, മഴയോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള കാറ്റുണ്ടാകും. അതുമൂലം പല കെടുതികളും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ കെടുതികൾ സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവരും അതീവമായിട്ട് ശ്രദ്ധ ചെലുത്തണം. അതോടൊപ്പം തന്നെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഈ വെള്ളക്കെട്ടുകളൊക്കെ നിലനിൽക്കുന്ന സ്ഥലത്ത് വൈദ്യുത കമ്പികൾ പൊട്ടിവീഴുന്നു. ഈ 2 പ്രശ്നങ്ങളും ഒരുമിച്ച് വരുന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ട്. ഒരു കാരണവശാലും ഈ വെള്ളക്കെട്ടുകളിൽ ഇറങ്ങരുത് എന്നും നിർദ്ദേശമുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്ന പ്രഖ്യാപനത്തിൽ അതീവ ജാഗ്രതയോടെ ഇതിനെ നേരിടുക. പ്രതികൂല കാലാവസ്ഥയെ ശ്രദ്ധിച്ച് നേരിടാനും നിർദ്ദേശമുണ്ട്.